ഹായ് ഫ്രണ്ട്സ്, രൂപ വിവേക് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മെറിറ്റിൻ്റെ ഒരു മെഷീൻ എനിക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി കിട്ടി. അപ്പോൾ ആ മെഷീനെ ഞാൻ അന്നത്തെ ദിവസം മണ്ണെണ്ണ കുറേ പാർട്സൊക്കെ അഴിച്ചിട്ട് മാറ്റിയിട്ട് മണ്ണെണ്ണ ബ്രഷ് കൊണ്ട് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ഒന്നുകൂടെ വൃത്തിയാക്കണം. ബ്രഷ് ഉപയോഗിച്ച് നല്ല രീതിയിൽ എൻ്റെ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് തുരുമ്പൊക്കെ കളഞ്ഞൊന്ന് എടുക്കാവേ. അപ്പോൾ അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നൊരു വീഡിയോ ആണെന്ന് കാര്യമാണെന്ന് തോന്നി, അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് പോകാവേ. നമ്മളിപ്പോൾ ഇത് മണ്ണെണ്ണ ഒക്കെ നല്ല രീതിയിൽ ഒഴിച്ചിട്ടേക്കുന്ന മെഷീനാണേ. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബ്രഷാണ് എടുക്കുന്നത്. ഈ ബ്രഷ് എടുത്തിട്ട് നല്ല രീതിയിൽ, ഇതിപ്പം മണ്ണെണ്ണയാണ്, ഇതിനകത്ത് മണ്ണെണ്ണയാണ്, ഇതിൻ്റെ കുറേ പാർട്സുകളാണ്, ഇതെല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ. ഇത് നമ്മൾ ക്ലീൻ ചെയ്യുവാന്ന്. ഇത് അഴിക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പം എന്നിട്ട് മണ്ണെണ്ണ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അഴിക്കുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ഭയങ്കര പ്രയാസമായിരുന്നു. അതുകൊണ്ട് നല്ല തുരുമ്പുണ്ടായിരുന്നു കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് പിടിച്ച് മാറ്റുന്നേ ഉള്ളൂ. തുണി നീക്കുന്ന പല്ല് വെക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അവിടെയൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ഭാഗമാണ് വൃത്തിയാക്കുന്നത്. ഇവിടെ നമുക്ക് ഷെഡിൽ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ വൃത്തിയായിട്ടിരുന്നില്ലെങ്കിൽ നല്ലോണം നൂല് കയറി വരത്തില്ല. നൂല് കയറി വരാതെ തയ്യൽ കിട്ടാതെ പോവേ. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കണം നല്ല രീതിയിൽ. ഇതിപ്പം കുറേ വർഷങ്ങളുകൊണ്ട് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമ്മളിതെല്ലാം അഴിച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്രയൊന്നും ചെയ്യണ്ട. ഇനിയിപ്പം ഈ മെഷീനിൽ എല്ലാ ദിവസവും തയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് എണ്ണയൊന്ന് ഇട്ട് കൊടുത്ത് നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചേക്കുന്ന പോലെയൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇതിപ്പം ഞാൻ മണ്ണെണ്ണയ്ക്കകത്തായിരുന്നു കേട്ടോ. മണ്ണെണ്ണയായിരുന്നു ആദ്യം യൂസ് ചെയ്തത്. ഇതെല്ലാം തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ വൃത്തിയാക്കി പാർട്സൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് മണ്ണെണ്ണയും വെളിച്ചെണ്ണയുടെ മിക്സ് ചെയ്ത് ആ ഒരു ഓയിലിടാവേ. ഇപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പം എന്താ പറയുന്നത്, ഈ മെഷീൻ്റെ ഈ ഒരു ഭാഗം ഹെഡ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഊരിയെടുത്ത കുറേ പാർട്സുകളുണ്ടല്ലോ, അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാവേ. വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കുറേ ഒരു 2 ദിവസം ആയിട്ട് മണ്ണെണ്ണയ്ക്കകത്ത് മുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പം നമുക്കിതെല്ലാം ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് നമ്മൾ ബോബൻ കേസായിരുന്നേ. അതോടെ ഞാൻ അതിനകത്ത് മണ്ണെണ്ണയിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബോബൻ കേസ് തുരുമ്പൊക്കെ അടിക്കാതിരിക്കാൻ നല്ലതാണ്. മണ്ണെണ്ണ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ മണ്ണെണ്ണ നേർത്തല്ലേ, അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് ഒഴുകിപ്പോകും നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് എണ്ണ മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ ബോബൻ കേസ് ഇട്ട് കൊടുക്കുന്ന ഭാഗമാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ മറ്റേ തുണി നീക്കാൻ സഹായിക്കുന്ന പല്ല്, അത് നമ്മൾ മണ്ണെണ്ണയ്ക്കകത്ത് മുക്കി വെച്ചിരുന്നത്. അപ്പോൾ അത് എടുത്തിട്ട്
ഈ പല്ല് ക്ലിയർ ആണോ എന്ന് നോക്കണം കേട്ടോ. നമ്മൾ വൃത്തിയാക്കുമ്പോഴേ ഈ പല്ല് ക്ലിയർ ആണോ, അതിനകത്ത് വീണ്ടും അഴുക്കിരിപ്പുണ്ടെങ്കിൽ ഒരു മുട്ടുസൂചിയോ ഒരു പിന്നോ എല്ലാം വെച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ അതും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പ്രഷർ ഫൂട്ടായിരുന്നേ. പ്രഷർ ഫൂട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് നമ്മുടെ പ്രഷർ ഫൂട്ടും റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് പ്രഷർ ഫൂട്ട് ഉറപ്പിക്കുന്ന സ്ക്രൂ ആണിത്. ടെൻഷൻ കൂട്ടുന്ന ആ ഒരു സ്പ്രിങ് ആയിരുന്നു. ഇതാ 2 പ്ലേറ്റ്, ആ സ്പ്രിങ് ഇടുന്ന 2 പ്ലേറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ മണ്ണെണ്ണയിൽ ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസത്തിന് മുമ്പ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇതെല്ലാം ഞാൻ മാറ്റി വെക്കാവേ. നമുക്കാദ്യം ഈ ഷഡിലൊന്ന് വെച്ച് കൊടുക്കാവേ. ഷഡിൽ വെച്ച് കൊടുക്കാൻ തന്നെ ഈ ഒരു സാധനം, ഇത് നമ്മൾ ഷഡിലിൻ്റെ ഉള്ളിലിരിക്കുന്നതാണേ. അത് നമുക്ക് നല്ല രീതിയിൽ നിന്ന് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിങ്ങനെ വരണം. ഇത് ഈ ഒരു ഇടത് ഭാഗത്ത്, അതായത് മെഷീനിൽ ഇടുമ്പോൾ നമുക്ക് ഇടത് സൈഡിലാണ് അത് വരേണ്ടത് കേട്ടോ. അപ്പം അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഭാഗം ഹാൻഡ് വീല് കറക്കി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരണം അത്. അപ്പോൾ അവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഷഡിലൊന്ന് വെച്ച് കൊടുക്കാം. ഷഡിൽ നമ്മൾ ഉറപ്പിക്കുന്ന സ്ക്രൂ ഉണ്ടല്ലോ, ആ സ്ക്രൂ ഇടുന്ന ആ ഹോള് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇടാൻ. സ്ക്രൂ ഇടുന്ന ആ ഹോള് നമുക്ക് കാണണം. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് സ്ക്രൂ ഇട്ട് നോക്കുന്നതിന് മുമ്പൊന്ന് ഹാൻഡ് വീലൊന്ന് കറക്കി നോക്കാം, അത് കറങ്ങുന്നുണ്ടോ എന്ന്. ബോബൻ കേസ് ഇടുന്ന ഭാഗം കറങ്ങുന്നുണ്ടോ എന്ന് നോക്കാവേ. ഇതിപ്പോൾ കറങ്ങുന്നുണ്ട്. നമുക്കിനി സ്ക്രൂ ഇട്ട് കൊടുക്കാം. ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഈ ഇതൊന്ന് ഇട്ട് കൊടുക്കാം. തുണി നീങ്ങാൻ സഹായിക്കുന്ന അതൊന്ന് ഇട്ട് കൊടുക്കാവേ. ഇത് നമ്മൾ ആ പല്ലൊന്ന് ഇട്ട് കൊടുത്തേ. എന്നിട്ട് നമുക്ക് അതിൻ്റെ സ്ക്രൂവും ഒന്ന് ഇട്ട് കൊടുക്കാം. അത് അതിൻ്റെ ഒന്നാമത്തെ സ്ക്രൂ നമ്മൾ മുറുക്കി കൊടുത്തു. അത് നമ്മൾ മുറുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാവേ. ഇത് നമ്മൾ അതും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്ക്രൂ ഇട്ട് മുറുക്കിയെടുക്കാം. രണ്ടാമത്തെ സ്ക്രൂ കൂടെ ഒന്ന് മുറുക്കി കൊടുക്കാവേ. നമുക്ക് ഇതേ നൂല് ഇതാണ് നമ്മുടെ സൂചി ഇടുന്നത്. അതൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പ്രഷർ ഫൂട്ട് ഒന്ന് ഉയർത്തി കൊടുത്തിട്ട് നമുക്ക് ഈ പ്രഷർ ഫൂട്ട് ഒന്ന് ഇട്ട് കൊടുക്കാവേ. പ്രഷർ ഫൂട്ട് ഒന്ന് ഇട്ട് കൊടുത്തേ.
ഇനി നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാവേ. ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാവേ. ആദ്യം നമുക്ക് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം അകത്തേക്ക് വരത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് അതിൻ്റെ തന്നെ അടുത്ത ഭാഗം ഇവിടം നമ്മൾ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് ഈ കട്ടയും കൂടി ഇട്ട് കൊടുക്കാവേ. ഒരു സൂചി ഇട്ട് കൊടുക്കാവേ. സൂചിയുടെ ഫുൾ റൗണ്ടല്ല, ഒരു വശം വീതിയുള്ള ഒരു വശം റൗണ്ട് അല്ലാത്ത സൂചി വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അയച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ സൂചി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റാൻഡിലോട്ട് മാറ്റാവേ. നമുക്കിനിയും ഇത് സ്റ്റാൻഡിൽ വെച്ചൊന്ന് തയ്ച്ച് നോക്കാവേ. അതിനു മുമ്പായിട്ട് നമുക്ക് ഓയിൽ കൊടുത്ത് ഒരു അരമണിക്കൂർ ഇടാം. നമുക്ക് ഓയിൽ കൊടുത്ത് ഒരു അരമണിക്കൂർ ഇവിടെ വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് തയ്ച്ച് നോക്കാം. ഓയിൽ കൊടുത്ത് വെച്ചേക്കുവാണേ. നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. നമ്മൾ അരമണിക്കൂർ നമ്മൾ എണ്ണയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമുക്ക് ഇനിയും എൻ്റെ മെഷീൻ്റെ ഹെഡിനെ നമുക്ക് മാറ്റിക്കൊണ്ട് നമ്മുടെ ഈ മെഷീൻ്റെ ഹെഡ് നമുക്ക് അവിടെ കൊണ്ട് വെക്കണം. വെച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ച് നോക്കാം. ഓക്കെ, ഇതെൻ്റെ മെഷീനാണേ, ഉഷ. അപ്പം ഇതിനെ ഞാൻ അങ്ങോട്ട് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ മെറിറ്റിനെ ഒന്ന് സർവീസ് ചെയ്യാൻ കിട്ടിയാൽ നമ്മുടെ മെറിറ്റിനെ ഒന്ന് വെക്കാൻ പോവാണേ. നമ്മുടെ മെറിറ്റിനെ നമ്മൾ ഇവിടെ കൊണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബെൽറ്റ് ഇട്ട് കൊടുത്ത് നൂലിട്ട് കൊടുത്ത് തയ്ച്ച് നോക്കാവേ. നമ്മുടെ അടിനൂല് മുകളിൽ വന്നിട്ടുണ്ട്, കാണാൻ പറ്റുമല്ലോ അല്ലേ. അടിനൂല് മഞ്ഞ കളറ്, മുകളിലത്തെ നൂല് പച്ച കളറാണേ. നമുക്കൊന്ന് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് നമ്മുടെ കാണി ഏറ്റവും മുകളിലത്തെ കാണി, അതായത് ഏറ്റവും വലിയ കാണിയായിരിക്കും വരുന്നത്. പിന്നെ ടെൻഷൻ ഇത്ര മതി. ഓക്കെ, അപ്പം നമുക്ക് ഒന്ന് തയ്ച്ച് നോക്കാം എന്തായാലും. നമ്മുടെ ഈ കാണി അടിക്കുന്നുള്ള, അതായത് മുകളിൽ നിന്നുള്ള തയ്യൽ ശരിയാവുന്നില്ല. താഴത്തെ നൂലിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ടെൻഷൻ ഒന്ന് കറക്റ്റാക്കിയിട്ട് നോക്കാം. ടെൻഷൻ്റെ ആയിരുന്നു. ടെൻഷൻ ഞാൻ കറക്റ്റാക്കിയപ്പോൾ കാണി കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും വലിയ കാണി ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്നത് 6 ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിന് 6 വരെ ഉണ്ട് കേട്ടോ. നമ്മുടെ മെഷീനിൽ 5 വരെ ഉള്ളൂ. ഏറ്റവും മുകളിൽ 5 വരെ ഉള്ളൂ. നമ്മുടെ മെഷീൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇതിപ്പം സ്റ്റിച്ചിങ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ട്, അപ്പോൾ കാണി മാറ്റി ഞാനൊന്ന് തയ്ച്ച് നോക്കട്ടെ. ഇനി ഞാനൊന്ന് 5-ലിട്ട് നോക്കട്ടെ. ഞാൻ കെട്ടിട്ട് ഇറക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മെഷീൻ കറക്റ്റ് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ സ്റ്റിച്ചെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെറിറ്റിൻ്റെ മെഷീനായിരുന്നു ഞാൻ സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. അത് കുറേയൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, കുറേ അധികം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നെ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.